ഷെരീഫിന്റെ കത്ത് വന്നു. ഉണ്ണിയുടെ മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പത്രക്കാരും മലയാളി അസോസിയേഷനും കൂടെ അവിടുത്തെ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് അത്രേ. നമ്മൾ ഭയന്ന പോലെ എന്തോ ദുരൂഹതയുണ്ട്. സത്യം എന്തായാലും പുറത്തു വരാതിരിക്കില്ല. ധൈര്യമായിട്ടിരിക്കുക. അമ്മായി, ആരെങ്കിലും കണ്ടോ ഇങ്ങോട്ട് വരുന്നത്? അമ്മ അവിടെ ഇല്ല. അമ്മായിക്ക് എന്താ സൂക്കേട്? ചത്തുപോണ സുഖേടാണെന്ന അമ്മ പറഞ്ഞ്. ശരിയാണോ അമ്മായി? അപ്പ അമ്മായിയുടെ വയറ്റില് വാവെഞ്ചാവോ? എത്ര പറഞ്ഞാലും കേൾക്കില്ല. ഓരോന്ന് വരുത്തി വെക്കാനിരിക്കുക. അനുസരണത്തിന് കാണിച്ചാലേ രണ്ടിനും തലിക്കൊന്ന് ഞാനും ചാവും. വിജയൻ എപ്പോഴാ വരിക? ആവോ, എനിക്കൊന്നും അറിയില്ല. രാത്രി എന്നെ വരുന്നാ പറഞ്ഞേ. ആവൂ, ആശ്വാസായി. ഇനിയുള്ള കാലെങ്കിലും സമാധാനമായി ജീവിക്കാലോ. എല്ലാവരും പൊയ്ക്കും. എന്റെ കുട്ടിയെ വിട്ടിട്ട് ഞാൻ എങ്ങോട്ടും ഇല്ല. മണ്ടത്തരം പറയാതെ ദേവകി, അവള് ചത്തോണ്ടിരിക്കുക. പ്രസവം വരെ പോകുന്നു തോന്നണില്ല. പകരുന്ന ഏതാണ്ട് ഒരു തരം തെണ്ണ അറിഞ്ഞുകൊണ്ട് ഓരോന്ന് വരുത്തി വെക്കണ ദേവകി. എന്റെ കുട്ടിക്ക് ഈ ഗതി വന്നല്ലോ. ഉടുമ്പട്ടോളുടെ മോന്റെ കൂടെ ഒളിച്ചോടിയപ്പോ വരും വരായികളെ ഓർക്കണായിരുന്നു. കർമ്മബലം അല്ലാണ്ട് എന്താ? അപ്പോ എന്നെ തനിച്ചാക്കിയിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ?
എന്നിട്ട് കറവേ കഴിഞ്ഞോ? അബുക്ക ഇവിടത്തെ കറവ വേണ്ടെന്ന് ഭാര്യ പറഞ്ഞു. എടോ അന്ന് പശുവിന് എഴുത്തൊന്നുമില്ല. അല്ലിക്ക ഓ സ്വന്തക്കാർ വരെ പോയി, പിന്നല്ല താൻ. അപ്പോ എല്ലാരും പോയി, മുത്തശ്ശി പോലും. നിന്റെ ചേട്ടൻ വന്നിരുന്നു. എന്നിട്ട് എന്നെ ഒന്ന് കണ്ടതുപോലില്ല. കുട്ടിക്കാലത്ത് അവനും ഞാനും നിന്നെ ചുമലിലേറ്റി നടന്നിട്ടുണ്ട്. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഈ നെഞ്ചി പെടപ്പുള്ളിടത്തോളം കാലം നിനക്ക് ഞാനുണ്ടാവും. പക്ഷേ ഒന്നുണ്ട്, എന്റെ കുട്ടി അവിവേകം ഒന്നും കാണിക്കരുത്. ഇല്ലിക്ക, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈകളിലേന്തി, പാലും പഴവും കൈ. ആ നീ ഇപ്പൊ പാല് കച്ചവടം തുടങ്ങിയ അബുവേ? രാഘവനാരുടെ വീട്ടിൽ നിന്നാ. എന്റെ കട പൂട്ടിക്കാനാണോ നിന്റെ ഭാവം? ആ വീട്ടിൽ നിന്നൊന്നും വാങ്ങാനോ കൊടുക്കാനോ പാടില്ലെന്നാണ് കമ്മിറ്റിയുടെ തീരുമാനം. കമ്മിറ്റിയോ? ഏത് കമ്മിറ്റി? പഞ്ചായത്ത് കമ്മിറ്റി. നീ ഈ നാട്ടിലൊന്നും അല്ലേ ജീവിക്കുന്നത്? ഉം. നിങ്ങൾക്കറിയാലോ, കൊച്ചുനാൾ മുതൽ ആ വീട്ടിലെ ചോറുണ്ടായി ഞാൻ വളർന്നത്. സ്വന്തം കുട്ടികൾക്കൊപ്പം എനിക്കും പുസ്തകം വാങ്ങിത്തന്നുണ്ട് സീതയുടെ അച്ഛൻ. ഈ ജാതിയുടെയും മതത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ എന്റെ ചങ്ക് കയറാൻ നോക്കണ്ട. ഒക്കെ സമ്മതിച്ച്. ആ കുട്ടിക്ക് പകരുന്ന ദീനാണെന്ന കാര്യം ഈ മറന്ന. എല്ലാം കള്ളക്കഥകളാ. ഉണ്ണി ആരോ കൊന്നതാ. കോട്ടപ്പുറത്തെ ഷെറീഫിന്റെ കത്തുണ്ടായിരുന്നു. ബോംബെയിൽ അന്വേഷണം നടക്കുന്നുണ്ട്. കൊള്ളാം, നട്ട കിളിക്കാത്ത കള്ളക്കഥ ഇപ്പൊ ഇതാ. തർക്കിക്കാൻ ഞാനില്ല. ഞാൻ സീതയും കൊണ്ട് ടൗണിൽ പോവാ ഡോക്ടറെ കാണിക്കാൻ. ദേ പറയാനുള്ളത് നമ്മള് പറഞ്ഞു. സീത ഈ നാട്ടിൽ നിന്ന് പോയാല് ഇവിടെയുള്ളവർക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഇക്കാര്യത്തിൽ ഈ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടാ. ഇത് എതിരെ നിൽക്കരുത്. ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെ കിട്ടില്ല. ഉറപ്പാണാ? ഉറപ്പ്. എങ്കിൽ പിന്നെ ആണ് കൂരിവൽക്ക് കൽപ്പിക്കേണ്ടി വരും. ദേ ഈ മുറുക്കി പിടിച്ച കൈ പോലെ ഉറച്ചതാ എന്റെ മനസ്സ്. ആരൊക്കെ വിലക്കിയാലും മരിക്കുന്നവരെ ഈ മണ്ണിൽ തന്നെ കഴിയും ഞാൻ. അള്ളാഹുവിന്റെ ദാസന് അള്ളാഹു മാത്രം മതി. ഒരു വിലക്കുണ്ടായിരുന്നു. ചുക്കില്ലാത്ത കഷായില്ലെന്ന് പറഞ്ഞ പോലെ അബുക്കല്ല അവിടെ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? വല്ല കാര്യമുണ്ടോ സമുദായക്കാരെ പിണക്കാൻ? ആ പെണ്ണിന്റെ കാര്യത്തില് വീട്ടുകാർക്കില്ലാത്ത ദണ്ണമാവിന്. അത് പിന്നെ കാണാൻ ചന്തമുള്ള പെണ്ണല്ലേ. ഇറങ്ങണ കടന്ന്. അബു ചെയ്യുന്നത് തെറ്റായിരിക്കും, പക്ഷെ അവനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. കളിയും തമാശയൊക്കെ നല്ലതാ, പക്ഷെ അതിന് കിടക്കരുത്. ഒരു വിലക്ക് ആളിനെ വേലപ്പം കടയിൽ കയറ്റുവോ? അതൊക്കെ അവര് സമുദായക്കാരുടെ കാര്യം. അബു കടയിൽ കയറി ഒന്ന് ചായ ചോദിച്ചാൽ തരില്ലെന്ന് പറയാൻ പറ്റും. ആ മുഖം കാണുമ്പോഴേ പകുതി ജീവൻ പോവും. ഉരുക്കല്ലേ. നാട്ടുകാരല്ല ഒറ്റക്കെട്ടാ. ഏതൊരുക്കും വെള്ളം പോലെ ഉരുകി പോവും. നോക്കിക്കോ. ഉമ്മക്ക് വിഷമായ? ഇതൊക്കെ ഒരു വിഷമാണോ മോനെ? കൊതിക്കണതൊക്കെ തിന്നാൻ തോന്നുന്ന സമയല്ലേ?
എന്ത് ചെയ്യാ, പഠിച്ചവൻ ഇങ്ങനാണല്ലോ ആ കുട്ടിന്റെ തലയിൽ ഭരിച്ചത്. ഉമ്മ ഞാൻ പോട്ടെ. ഉമ്മക്ക് കാശ് വല്ലതും വേണോ? ഒന്നും വേണ്ട മോനെ, ഈ നോക്കി പോണം. ഈ ഇവിടെ വന്ന് പോവാറുണ്ടോന്ന് പള്ളിക്കാര് ചോദിച്ചു. ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. ശരിമ്മ. ഞാൻ വന്ന ആരും അറിയണ്ട. അവരുമായി കടത്തി പൊറപ്പിക്കില്ല. ആ ഞങ്ങൾക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു, അതാ കാത്തു നിന്നേ. എടാ സലീമേ, ഈ കുഴപ്പമുണ്ടാക്കല്ലേ. ഇപ്പൊ ഈ ഉമ്മയോട് ക്ഷമിക്ക്. ക്ഷമിക്കാനോ? നിങ്ങൾ ഞങ്ങളെ മണ്ടന്മാരൊക്കെ ഇനി കുടുംബത്തോടെ ഊരുവെലക്കും. നോക്കിക്കോ. തെറ്റ് ചെയ്തത് ഞാനിവിടെ വരാൻ പാടില്ലായിരുന്നു. ഇനി ഇങ്ങനെ ഉണ്ടാവില്ല. എന്റെ ഉമ്മാനെ വെറുതെ വിട്ടേക്ക്. കൊണ്ടു ചെല്ലാമെന്ന് ഞാൻ വാക്ക് കൊടുത്ത. പാവം കൊതിയോടെ കാത്തിരിക്കായിരിക്കും. തോറ്റെന്ന് കരുതണ്ട. ഇതിന്റെ പേരിൽ എന്റെ ഉമ്മയെങ്ങാനും വേദനിപ്പിച്ചെന്ന് അറിഞ്ഞാൽ